മണി ചെയിൻ ബിസിനസിനെ കുറിച്ച് പ്രേക്ഷകരോട് സംസാരിക്കുന്നു. ഏറ്റവും കൂടുതൽ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനെ നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ഒരു മണി ചെയിൻ ബിസിനസ് ആണെന്നുള്ളതാണ്. അതിൻ്റെ പ്രധാന കാരണം ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗുകാർ ഉപയോഗിക്കുന്ന ടൂൾ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് പ്ലാൻ എന്ന് പറയുന്നത് ഈ മണി ചെയിൻ ഉപയോഗിക്കുന്ന പ്ലാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, പ്രോഡക്റ്റ് ഇല്ലാതെ തന്നെ പ്രോഡക്റ്റിനെ മറ പിടിച്ചുകൊണ്ട് ഈ മണി ചെയിൻകാർ വരുന്നുണ്ട്. പ്രോഡക്റ്റിൻ്റെ നിലവാരമൊന്നും അവർക്ക് പ്രശ്നമില്ല. അവർക്ക് മണി, അതായത് മണി സർക്കുലേഷൻ ഇട്ട് അതിൽ നിന്നും വാഗ്ദാനങ്ങൾ നൽകി പൈസ പിരിച്ചെടുക്കുന്ന ഒരു സംവിധാനമാണ്. അതിൻ്റെ അകത്ത് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൽ പ്രവർത്തിക്കുന്ന പോലെ തന്നെ ധാരാളം വ്യക്തികൾ ആ നെറ്റ്വർക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ പ്രോഡക്റ്റ് ഇല്ല, അവിടെ വെറും മണി സർക്കുലേഷനാണ്. അത് നമ്മുടെ നാട്ടിലെ നിയമം അനുവദിക്കുന്നതല്ല. നമ്മൾ ഈ ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസ്സാക്കിയ ഡയറക്റ്റ് സെല്ലിംഗ് റൂളിൻ്റെ അകത്ത് അനുവദനീയമായ നിയമത്തിൽ പ്രവർത്തിക്കുന്നതല്ല ഈ മണി ചെയിൻ എന്ന് പറയുന്നത്. മണി ചെയിൻ ഇവിടെ ഇല്ലീഗലാണ്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് മണി ചെയിൻ, അതായത് പ്രോഡക്റ്റ് ഇല്ലാതെ ആൾക്കാരെ വെച്ച് പണം പിരിച്ച് ലാഭം ഉണ്ടാക്കുന്ന ആ സംവിധാനം ഇവിടെ ഇല്ലീഗലായിട്ടാണ്. അതായത് അതിനെ നിയന്ത്രിക്കാനായിട്ട് PCMC ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് അത് പോലീസ് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഉപഭോക്താവിന് പ്രോഡക്റ്റ് അല്ലാതെ അല്ലെങ്കിൽ നിലവാരമില്ലാത്ത പ്രോഡക്റ്റ് അല്ലാതെ ഏതെങ്കിലും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ബിസിനസ്സിൻ്റെ വ്യാജേന അല്ലെങ്കിൽ അതിൻ്റെ രൂപത്തിലും ഭാവത്തിലും മണി ചെയിൻ ഓടുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ നിയമാനുസൃതം അല്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ പ്രവർത്തിക്കുന്നവരും നിയമാനുസൃതം അല്ലാത്തൊരു ബിസിനസ്സിൽ പങ്കാളിയാകുന്നവരും അത് കുറ്റക്കാരാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മുടെ നാട്ടിൽ നിയമാനുസൃതമായി ചെയ്യുന്ന ബിസിനസ്സിൽ പങ്കാളിയായാൽ അവിടെ നമുക്ക് കുറ്റകരമല്ല. പക്ഷേ ഈ ബിസിനസ്സിൽ പങ്കാളിയാകുന്നവരെയും പോലീസ് ഒരു ക്രിമിനലായിട്ട് അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം ചെയ്ത ആളായിട്ട് കണക്കാക്കപ്പെടും. അപ്പോൾ അത്തരം ബിസിനസ്സിൽ നമ്മൾ പങ്കാളിയാകാൻ പാടില്ല. അത് അറിയാനായിട്ട് വളരെ വ്യക്തമായിട്ട് അറിയാം. മണി സർക്കുലേഷൻ നടക്കുന്ന ബിസിനസ്സാണ് മണി ചെയിൻ. അവിടെ പ്രോഡക്റ്റ് ഇല്ല. പക്ഷേ ഈ മണി ചെയിൻ അല്ല എന്ന് വരുത്തി തീർക്കാൻ പല മണി ചെയിൻ കമ്പനികളും ഇപ്പം പ്രോഡക്റ്റുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരു 100 രൂപയുടെ ഒരു പ്രോഡക്റ്റ് എടുത്ത് 1000 രൂപ 900 രൂപ ബണ്ടിൽ ചെയ്ത് മണി ചെയിനാണ്. അപ്പോൾ 1000 രൂപ 100 രൂപയുടെ ഒരു പ്രോഡക്റ്റിന് 1000 രൂപ MRP ഇട്ടാൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഹിഡൻ മണി ചെയിൻ ഉണ്ട്. 900 രൂപ ഹിഡൻ മണി ചെയിനാണ്. ഈ ഹിഡൻ മണി പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇവർ ഈ പ്രവർത്തിക്കുന്നത്. അപ്പം മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ അതേ മെത്തേഡായിരിക്കും മണി ചെയിൻകാർ ഉപയോഗിക്കുന്നത്. പക്ഷേ അതിലൂടെ ആ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ശൃംഖലയിലൂടെ ഒഴുകുന്നത് പ്രോഡക്റ്റ് അല്ല, മണിയാണ്. ഹിഡനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് ഹിഡനായിട്ടാണെങ്കിലും അല്ലാതെ ആണെങ്കിലും അത് നമ്മുടെ നാട്ടിൽ നിയമാനുസൃതമല്ല. അത് PCMC ആക്ട്, ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ബഡ്സ് ആക്ട് എന്ന് പറയുന്ന ഒരു പുതിയ നിയമം വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ റിസർവ്, ഇപ്പോൾ മണി എന്ന് പറയുന്നത് ഒരാളുടെ നിന്ന് പണം സ്വീകരിക്കുക എന്ന് പറയുന്നത് അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ് പോലെയാണ്. നമ്മുടെ രാജ്യത്ത് നിക്ഷേപം സ്വീകരിക്കണമെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന റെഗുലേറ്ററി ബോഡിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ ആ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലൈസൻസ് ഇല്ലാതെ ആർക്കും മണി സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം ആൾക്കാർ റിസർവ് ബാങ്കിൻ്റെ പരിമിതി ഇല്ലാതെ പെർമിഷൻ ഇല്ലാതെ ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ അവർക്ക് ബഡ്സ് ആക്ട് എന്ന് പറയുന്ന അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീം അതിൻ്റെ കീഴിലും അവർക്ക് കുറ്റകൃത്യമായിട്ട് അവർ കാണുന്നതാണ്. അത് വളരെ എഫക്റ്റീവായിട്ട് നമ്മുടെ കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്.